അയ്യോ, ന്യായീകരണം കേട്ട് 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 അനീഷിന്റെ മൂട്ടിക്കൂടെ വേരിറങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആര്യൻ നഖം വെട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. മറ്റേ സൗന്ദര്യം നിങ്ങളുടെ മറ്റേ കാണുന്നവന്റെ കണ്ണിലാണ് കുരു സൗന്ദര്യം എന്ന് പറയുന്ന അവരുടെ മേക്കപ്പ് റൂമിലകത്തോട്ട്. അപ്പോഴത്തേക്കും അനീഷ് ആര്യനെ കേൾക്കാൻ റെഡി ആകുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു സംസാരം 1 മണിക്കൂറോളമായിട്ട് എന്നുവെച്ചാൽ ഒരു സൈഡില് സാബുമാന്റെ അടുത്തോട്ട് നെവിനും അക്ബറും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു. എന്നിട്ട് ആര്യൻ വന്നിട്ട് ഈ പറയുന്ന അക്ബറിനെയും നെവിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും നല്ലവനാണ് എന്ന് അവിടെ അനീഷ് ഏട്ടനോട് പറയുകയാണ്. നമ്മുടെ പാവ അനീഷ് ഏട്ടൻ. പക്ഷെ അവിടെ എനിക്ക് ആ സാബുമാനെ കാട്ടിയും ഫാർ 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 ബെറ്റർ ആണ്. അനീഷ് എന്തൊരു നല്ല മനുഷ്യനാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു മൊമെന്റ് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാല് വളരെ ക്ഷമയോടെ നോക്കിക്കോണേ, ഭയങ്കര ക്ഷമയോടെ ആര്യൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുകയാണ്. അത് ശരിയെന്നോ തെറ്റെന്നോ തലയാട്ടൽ പോലും ഇല്ലാതെ ആ ഒരു മനുഷ്യൻ എന്തൊരു ക്ഷമയാണ് അനീഷിന്. അത് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, എത്രയൊക്കെ പറഞ്ഞാലും അനീഷിന് ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഷാനവാസ്. ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. അതായത് ആര്യന്റെ നിലപാട് പറയുകയാണ്. ഞാൻ 3 പേര് ക്യാപ്റ്റനായി. ആ ക്യാപ്റ്റൻ ആയതിൽ അവരെങ്ങനെയെന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരൊക്കെ നല്ല പോലെ ആഹാരം സമയത്തിന് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 5 മണിക്കൂർ അന്ന് ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ ആ വേദന എടുത്ത് അത്രയും ഇതായതുകൊണ്ട് ഞാനും സാബുമാനും നൂറയൊക്കെ തൊട്ടടുത്ത ദിവസം കുറച്ച് ലേറ്റ് ആയിട്ട് 1/2 മണിക്കൂർ കൂടുതൽ ഉറങ്ങി. ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അപ്പൊ അന്നത്തെ ദിവസം എല്ലാവർക്കും ഫുഡ് ലേറ്റ് ആയി പോയി. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ 2 ക്യാപ്റ്റന്മാർ അവിടെ ഇരിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ വഴക്കാണ്. അതായത് ഗ്യാസ് കയറി, ഫുഡ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ അവർ കൺഫഷൻ റൂമിൽ പോകുന്നു, വൊമിറ്റ് ചെയ്യുന്നു. നോക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഡ്രാമ. അയ്യോ അത് പക്ഷേ അപ്പൊ എനിക്ക് വിഷമം തോന്നി, എനിക്ക് ഗിൽറ്റ് അടിച്ചു. അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ വയ്യാത്ത കൈവച്ച് ഒരാൾക്ക് 2 ചപ്പാത്തി എന്നുള്ള രീതിയിൽ നമ്മൾ 9 പേരല്ലേ, അപ്പോൾ 18 ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞാൻ അത് ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്യാനായിട്ട് ഞാൻ വന്നു. ഞാൻ അത്രയും ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്ക് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമം വരത്തില്ലേ? ആർക്കായാലും വിഷമം വരത്തില്ലേ? ഇത് ഒരു കഥ പറയാണ്. ഇനി നെവിൻ ഷാനവാസ് വിഷയത്തിലുള്ള ആര്യന്റെ നിലപാട് അല്ലെങ്കിൽ ആര്യന്റെ ന്യായീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ